ഹായ് ഗൈസ്, സിറിയയിൽ ഇപ്പോൾ ഒരു ഭരണമാറ്റം മാറിയിരിക്കുന്നു. പക്ഷെ ഇതുകൊണ്ട് ആർക്കാണ് ഏറ്റവും വലിയൊരു ഗുണം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും പറയും അത് ഇസ്രായേലിനാണ് ഈ ഒരു ഗുണം കിട്ടിയത്. കാരണം ഇസ്രായേലിന്റെ ഒരു നീണ്ടകാല ഒരു പ്ലാൻ ഉണ്ട്. അതായത് 1-2 വർഷങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ 100 വർഷം കൊണ്ടൊന്നുമല്ല, അതായത് കുറേ വർഷത്തെ അവരുടെ ഒരു പ്ലാൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഗ്രേറ്റർ ഇസ്രായേൽ, അതായത് സിറിയാന്റെ കുറെ സ്ഥലങ്ങൾ പിടിച്ചുകൊണ്ട് സൗദി അറേബ്യന്റെ കുറെ സ്ഥലങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് ഇപ്പോൾ ഉള്ള മാപ്പിലുള്ള ചെറിയ ഇസ്രായേൽ എന്ന് പറയുന്ന അതൊന്ന് വലുതാക്കണം. ഇത് ഇസ്രായേലിന് മാത്രമല്ല, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കന്റെ ഏറ്റവും വലിയൊരു പ്ലാനാണ്. അപ്പോൾ ഈ പ്ലാനിനെ കുറിച്ചെല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്ത് ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോന്റെ ലിങ്ക് താഴെ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് ചർച്ചാ വിഷയമായി മാറുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ സിറിയ യുദ്ധത്തിന്റെ അവസാനം കൊണ്ടാണ്. അത് എന്താന്ന് പലർക്കും ഉണ്ടാവും. അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അതായത് സിറിയയിലെ ഏകദേശം 50 വർഷത്തോളം നീണ്ടു നിന്ന ആ ഒരു റെജീമാണ് ഇപ്പോൾ താഴെ പോയിരിക്കുന്നത്. ആസാദ് സിറിയ വിട്ട് റഷ്യയിൽ പോയി എന്ന് പറയുന്ന കുറെ റഷ്യൻ മീഡിയന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ കുറെ പേര് പറയുന്നു ഇപ്പോഴും സിറിയ തന്നെയാണ് ഉള്ളത് എന്നുള്ളത്. ഇതുവരെയും ഇത് ആസാദിന്റെ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ അതൊരു ചർച്ചാ വിഷയമായി അവിടെ നിൽക്കുന്നു. അപ്പോൾ അടുത്ത ഭരണം ഇത് ഈ സിറിയയിൽ നടത്താൻ പോകുന്നത് HTS എന്ന് പറയുന്ന തീവ്രവാദി സംഘടനകളാണ്. അപ്പോൾ ഈ HTS ആരാന്ന് വെച്ചാൽ, അതായത് പണ്ട് അൽഖ്വയ്ദയിലും ഐസിസിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം പിരിഞ്ഞു വന്ന് പുതിയൊരു സംഘടനയാണ് HTS. അപ്പോൾ ഈ ഒരു ഭരണം വീണതും അവിടെ നടന്ന സംഭവങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് 3 വീഡിയോകൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താഴെ അതിന്റെ എല്ലാം ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു ഭരണം മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ നെതന്യാഹു പെട്ടെന്ന് വന്ന് ഒരു പ്രസ് മീറ്റ് എല്ലാം വിളിച്ചുകൊണ്ടും അതുപോലെ തന്നെ സിറിയ ഇസ്രായേൽ ബോർഡറിലോട്ട് 1974 ശേഷം ആദ്യത്തെ ഒരു ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ വീണ്ടും അവിടെ പോയിരിക്കുന്നു. പോയത് മാത്രമല്ല, അവിടെയുള്ള കമാൻഡിംഗ് ഓഫീസേഴ്സിനെയും അതുപോലെ തന്നെ ഇസ്രായേൽ സോൾജേഴ്സിനെല്ലാം നേരിട്ട് കണ്ട് ചർച്ചയും നടത്തിയിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു മീറ്റിംഗ് നടത്തി അതുപോലെ തന്നെ ഒരു പ്രസ് കോൺഫറൻസ് കൊടുക്കുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ദിസ് ഇസ് എ ഡയറക്റ്റ് വിക്ടറി ഫോർ ഇസ്രായേൽ എന്നാണ്. അത് എങ്ങനെയാണ്? അതായത് സിറിയയിൽ ഒരു ഭരണമാറ്റം വരുന്നു, അതും ഒരു തീവ്രവാദികളുടെ കയ്യിൽ, അതായത് എങ്ങനെ താലിബാൻ ഉണ്ടോ അതേപോലെ തന്നെ ഒരു തീവ്രവാദികളുടെ കയ്യിൽ കൊടുക്കുന്നു. പക്ഷെ അതുകൊണ്ട് എന്താണ് ഇസ്രായേലിന് ഒരു ഗുണം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇസ്രായേൽ വേഴ്സസ് ഹിസ്ബുള്ള എന്ന് പറയുന്ന ആ ഒരു തീവ്രവാദി സംഘടനയുമായിട്ട് ഒരു യുദ്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഹിസ്ബുള്ള അതിൽ നിന്ന് പിൻവലിക്കുകയും ഒരു പീസ് കീപ്പിംഗ് എഗ്രിമെന്റ് വന്നു. അന്ന് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു അത് കംപ്ലീറ്റ് ആയിട്ടും ഇസ്രായേലിന് ഒരു അനുകൂലമായ തീരുമാനമാണ് ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും അതായത് ഹിസ്ബുള്ള അവിടുന്ന് വിഡ്രോ ചെയ്ത് അവരവിടെ ബാക്ക് സ്റ്റാൻഡാണ് എടുത്തത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇസ്രായേൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, HTS എന്ന് പറയുന്ന ഈ തീവ്രവാദി സംഘടനയുടെ അടുത്ത് പറയുന്നു, അതായത് ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ഒക്യുപ്പൈ ദ ആസാദ് റെജീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ക്യാപ്ചർ ദ വിക്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിഗ്നൽ കൊടുക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇസ്രായേൽ പറഞ്ഞു ഹിസ്ബുള്ളയ്ക്ക് ഇനി പണ്ടത്തെ പോലെ ശക്തി ഒന്നുമില്ല, അതായത് ഈ തീവ്രവാദി സംഘടന വെറുതെ ഐസിസ് പോലെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അറ്റാക്ക് നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആസാദ് റെജീമിനെ എടുത്തു കളയാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സക്സസ് ആവും. കാരണം അതായത് ഹിസ്ബുള്ളയ്ക്ക് ശക്തിയില്ല. അതുപോലെ തന്നെ ഇറാന് അവിടെ തീരാൻ ശക്തിയില്ല. ഇറാന്റെ വീക്ക്നെസ്സും ഹിസ്ബുള്ളന്റെ വീക്ക്നെസ്സും ഇതിൽ നിന്ന് കൃത്യമായി തന്നെ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ റഷ്യന്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ, റഷ്യ അത്ര വീക്ക് സ്റ്റേജിലാണോ എന്ന് വെച്ചാൽ റഷ്യ വീക്ക് സ്റ്റേജിൽ തന്നെയാണ്. കാരണം അവരുടെ എക്കണോമി ഡൗൺ ആയിക്കൊണ്ടിരിക്കുക, അവരുടെ യുദ്ധങ്ങൾ വളരെ സ്ലോ ആയിക്കൊണ്ടിരിക്കുക. ഇത് വലിയൊരു പ്രശ്നമായി റഷ്യക്ക് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് റഷ്യ വീക്ക് ആണോ എന്ന് ചോദിച്ചാൽ ഏകദേശം വീക്കാണ്. പക്ഷെ റഷ്യയുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് അമേരിക്ക എപ്പോഴും ഒരു സ്റ്റെയിൽമേറ്റ് പൊസിഷനിലാണ് റഷ്യനെ നിർത്തിയിരിക്കുന്നത്. അതായത് റഷ്യ ഏതെങ്കിലും യുദ്ധത്തിൽ, ഇപ്പോൾ ആസാദിന്റെ റെജീമിന്റെ യുദ്ധത്തിൽ റഷ്യ വന്ന് ഇൻക്ലൂഡ് ആയി, അതായത് റഷ്യ എയർ സ്ട്രൈക്ക് നടത്തി എന്നറിഞ്ഞപ്പോൾ തന്നെ അമേരിക്ക പെട്ടെന്നായിട്ട് ഉക്രൈനെ കുറച്ച് $1 മില്യൺ കൂടെ എക്സ്ട്രാ ആയിട്ട് കൊടുത്തു. ഇതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഉക്രൈൻ അവിടെ നിന്ന്, അതായത് റഷ്യക്കെതിരെ എപ്പോഴും ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് റഷ്യക്ക് അവിടെ നിന്ന് ആൾക്കാരെ വിഡ്രോ ചെയ്തുകൊണ്ട് ഈ സിറിയനെ രക്ഷിക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് ഇവിടെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു പ്രോജക്ട് വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, അതായത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ സിറിയന്റെ കുറെ ഭാഗങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടാണ് അവർ ഗ്രേറ്റർ ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ നെതന്യാഹു എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, അതായത് 1974 ഇസ്രായേലും സിറിയയും തന്നെ ഒരു യുദ്ധം ഉണ്ടായിരുന്നു. അതിലെന്താ ചെയ്തതെന്ന് വെച്ചാൽ, അതായത് ഇസ്രായേൽ കുറച്ച് സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. പിന്നെ UN ഇടപെട്ട് അതിനുശേഷം അവിടെ ഒരു ബഫർ സോൺ ഉണ്ടാക്കി അതിന്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇസ്രായേലോ സിറിയൻ ആർമിയോ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ, അതായത് ഗോളൻ ഹൈറ്റ്സ്. ഈ ഗോളൻ ഹൈറ്റ്സ് എന്തുകൊണ്ടാണ് പ്രത്യേകത എന്ന് വെച്ചാൽ, അതായത് സിറിയ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും അറ്റാക്കുകൾ വരികയാണെങ്കിൽ അത് മൊത്തം ഈ ഗോളൻ ഹൈറ്റ്സിലൂടെയാണ് വരുന്നത്.
അപ്പോൾ ആ ഒരു സ്ഥലം മൊത്തം ബഫർ സോണിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു വീക്ക്നെസ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇസ്രായേൽ അതിനെ അറ്റാക്ക് ചെയ്ത് ഗോളൻ ഹൈറ്റ്സ് അതായത് UN പീസ് കീപ്പിംഗ് എഗ്രിമെന്റിനെയും മറികടന്നുകൊണ്ട് അപ്പുറത്തോട്ട് ഇസ്രായേൽ ആർമീനെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. അത് മാത്രമല്ല മെർക്കവ ടാങ്ക് സിറിയന്റെ പല ബോർഡറുകളും മുന്നേറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഈ HTSനും ഇസ്രായേലും കൂടെ ഒരു കോമൺ എഗ്രിമെന്റ് വന്നതിന് ശേഷം ഇവരെന്തായിരിക്കും ചെയ്യുക, അത് ഇത്ര സ്ഥലങ്ങൾ ഇസ്രായേൽ ഇപ്പോൾ പിടിച്ചെടുത്തു വെച്ചു. അത് ഇസ്രായേലിന് ഇപ്പോൾ ഒറ്റയ്ക്ക് സിറിയനെ അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് എടുക്കാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ റെജിം മാറുമ്പോഴും ഇസ്രായേൽ അവരുടെ പൊസിഷൻ ഇങ്ങനെ മുന്നോട്ട് വരുത്തിക്കൊണ്ട് ആ ഗ്രേറ്റർ ഇസ്രായേലിലോട്ട് മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ ഗോളൻ ഹൈറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടും ഇവരുടെ കൺട്രോൾ എടുത്തുകൊണ്ട് ഇസ്രായേൽ ഫോഴ്സസ് ആണ് അവിടെ നിൽക്കുന്നത്. ഇതുകൊണ്ട് ഇസ്രായേലിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ പ്രോജക്റ്റും നിൽക്കും. അതുപോലെ തന്നെ ഇസ്രായേലിന് എതിരായി നിന്നുകൊണ്ടിരുന്ന ഈ റെജിമും അവിടെ നിന്ന് എടുത്തു കളഞ്ഞു. അങ്ങനെ എന്തുകൊണ്ടും ഇസ്രായേലിന് ഇതൊരു നേട്ടമായി കരുതുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് വിചാരിക്കുക? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. See you next video.